ഗെറ്റ് റെഡി വിത്ത് മീ. ഞാനൊരു മേക്കപ്പ് ഫ്രീക്ക് ഒന്നല്ല, പക്ഷെ മേക്കപ്പിന്റെ വീഡിയോസ് ഒക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത് എന്റെ ഒരു ആഗ്രഹമായിട്ട് നിങ്ങൾ എടുത്താൽ മതി. സ്കിൻ പ്രെപ്പ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാനൊരു ലിപ് ബാം ഇട്ടു. ലിപ്പ് സ്കിൻ ആണോ? ആയിരിക്കണമല്ലേ. ഇനി അടുത്തത് നമുക്കൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. എടുത്തപ്പോഴാണ് മനസ്സിലാക്കിയത് ഇതിൻ്റെ അകത്ത് ഇനി ഒന്നും ബാക്കിയില്ല. പിന്നെ ഞാൻ വേറൊരു മോയ്സ്ചറൈസർ എടുത്തു. ഇത് വാവയുടെയാണ്. പിന്നെ നമുക്കിടയിൽ എന്ത് നിന്റെ എൻ്റെ എല്ലാം നമ്മുടെ, അങ്ങനെയല്ലേ? ഞാൻ ആ സത്യം തുറന്നു പറയട്ടെ, ഡിറ്റർജന്റ് സോപ്പ് വരെയിട്ട് മുഖം കഴുകണം നിങ്ങളുടെ ആ ഫ്രണ്ടില്ലേ, അതാണ് ഞാൻ. പിന്നെ ഇപ്പൊ കാണിക്കുന്നതൊക്കെ അത് ഓരോ കീഴ്വഴക്കങ്ങളാകുമ്പോ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. ഗൈസ്, ഡോണ്ട് ബി ലൈക്ക് ലുലു. സൺസ്ക്രീൻ ഒക്കെ ഇപ്പൊ വളരെ അത്യാവശ്യമാണ്. എവിടെ പോയാലും നിങ്ങൾ സൺസ്ക്രീൻ എങ്കിലും യൂസ് ചെയ്തിട്ട് വേണം പോവാൻ. ഇതൊന്ന് തേച്ച് പിടിപ്പിക്കുമ്പോഴേക്കും ഞാനൊരു കഥ പറയാം. ഇതിപ്പോ ഒരുപാട് തവണ മേക്കപ്പ് ചെയ്ത് പുറത്തു പോയിട്ടുണ്ടെങ്കിലും ഈ വീഡിയോ ഇന്നെടുക്കേണ്ട കാരണമുണ്ട്. ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന മിക്ക പ്രൊഡക്ട്സും ഈ പാത്തൂടെയാണ്. എന്റെ ഇപ്പൊ എന്താ പറയാ, ഒന്നും പുറത്തു കാണിക്കാൻ പറ്റാത്ത പരിതാപകാവസ്ഥയിലാണ്. ദാ കണ്ടില്ലേ. ബാക്ക് ടു ദ പോയിന്റ്. കൺസീലർ എനിക്ക് മസ്റ്റ് ആണ്, കാരണം എന്റെ മുഖത്ത് നല്ല പിഗ്മെന്റേഷൻ ഉണ്ട്. അൺഈവൻ ആയിട്ട് പല തലത്തും ഡാർക്ക് സ്പോട്ട്സും ടാനും ഒക്കെ ഉണ്ട്. തിയറിറ്റിക്കലി ഇതിനു മുന്നേ കളർ കറക്ഷൻ ചെയ്യണം എന്നൊക്കെ എനിക്കറിയാം, പക്ഷെ അത് ചെയ്യാൻ എനിക്കറിയില്ല. പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഐബ്രോസ് എഴുതായിരുന്നു. അന്ന് ഈ വീട്ടിലെല്ലാവരും എന്നെ കളിയാക്കും, ഞാൻ ഗോപുരം പണിയും എന്ന് പറഞ്ഞിട്ട്. അതെന്താന്ന് വെച്ചാലേ, അന്ന് എനിക്ക് പിരികില്ലാത്തതിൽ കോംപ്ലക്സ് വന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഞാൻ അങ്ങ് വരച്ചു വയ്ക്കുമായിരുന്നു. അതൊക്കെ ഒരു കാലം. ബൈ ദ ബൈ, ഞാൻ സ്വിസ് ബ്യൂട്ടിന്റെ ഐബ്രോ പാലറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സ്വിസ് ബ്യൂട്ടിയുടെ എന്റെ ഫൗണ്ടേഷനുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്റെ ഡേർട്ടി ബ്യൂട്ടി ബ്ലെൻഡർ കാണാതിരിക്കാനാണ് വിരല് വെച്ചിങ്ങനെ മറച്ചു പിടിക്കണെന്ന് വിചാരിക്കരുത്. സംശയമൊന്നും ഇല്ലല്ലേ. അറിയാം, മനസ്സിലായി. റൈറ്റ് സൈഡിൽ കുറച്ച് അധികം ആയിപ്പോയിട്ടുണ്ട്. ബ്ലെൻഡ് 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 ബ്ലെൻഡ്. ഇപ്പൊ ശരിയായില്ലേ? കമോൺ ഗൈസ്, നമുക്കിനി ഐഷാഡോ ഇടാം. അതെ, ഈ പാലറ്റ് പാത്തൂന്റെ തന്നെയാണ്. ബ്രഷ് ഒന്നും എനിക്കിഷ്ടല്ല, ഞാൻ അത്രക്കാരിയല്ല. ദേ ഇതാണ് എന്റെ ആയുധം. എന്റെ ഐ മേക്കപ്പ് എപ്പോഴും സെയിം ആണ്. ഒരു ബ്രൗൺ ബേസും ഔട്ടർ കോർണറിലായിട്ട് കുറച്ച് റെഡും പിന്നെ ക്രീസ് ഏരിയയിൽ കുറച്ച് ഗ്ലിറ്ററും. ആഹാ, അന്തസ്. ഈ ലുക്കിൽ മസ്കാര അങ്ങോട്ട് ഒഴിവാക്കിയാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു. കാരണം മസ്കാര ഇടുമ്പോഴാണ് ജീവിതത്തിൽ ഇത്രയും വിയേർഡായിട്ടുള്ള വൃത്തികെട്ട മുഖങ്ങൾ നമുക്കുണ്ടെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയുന്നത്. നിങ്ങൾ എൻ്റെ എഫേർട്ട് കാണാതെ പോരുത്. ഡോണ്ട് ഐ ഡിസേർവ് എ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്? കാരണം അത്ര കഷ്ടപ്പെട്ടിട്ടാണ് വായ പൊളിക്കാതെ മുഖം കുഞ്ഞാടാതെ ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. വരൂ കൂട്ടുകാരെ, ഒന്നിച്ചു നമുക്ക് ഐലൈനർ ഇടാം. എന്റെ കഴുത്തിലെ മാല നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? തുളസിമാലയാണ്. തുളസിയുടെ തണ്ട് വെച്ചിട്ടാണ് അതിലെ മുത്തുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കൊള്ളാല്ലേ? എന്ത്, എന്റെ കണ്ണ് കൊള്ളാന്നോ തുളസിമാല കൊള്ളാന്നോ? നോ 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 നോ, ലിപ്സ്റ്റിക് അല്ല, ബ്ലഷ്. യെസ്, റെഡ് ലിപ്സ്റ്റിക് ആണ് എന്റെ ബ്ലഷ്. ഡോട്ട് 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 ഡോ. അതെന്താ ടയറാട്ടോ? ഇത് ഏത് സിനിമയിലെ ഡയലോഗ് എന്നറിയാവുന്നവർ കമന്റ് ചെയ്യണേ. ചെറുതായിട്ടൊന്ന് പണിവാളി. ഇതൊരു മാറ്റ് ലിപ്സ്റ്റിക് ആയിരുന്നു. പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്തില്ലെങ്കിൽ ഇത് ഇതുപോലെ കട്ടുപിടിക്കും. ബ്ലഷ് എന്റെ ഓൾ ടൈം ഫേവറേറ്റ് മേക്കപ്പ് പ്രൊഡക്റ്റ് ആണ്. പണ്ട് എനിക്ക് ഒരുപാട് ബ്ലഷ് ഉണ്ടായിരുന്നു. ഞാനും ഒരു വർണ്ണപ്പട്ടമായിരുന്നു, ഞാനും ഒരു വർണ്ണ പക്ഷി. ഇപ്പൊ ഞാനൊരു തള്ളവൈബാണ്. ആ കാശിന് 2 ഡയപ്പർ കൂടുതൽ വാങ്ങാലോ എന്ന് ഞാനിപ്പോ വിചാരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതെനിക്കൊരു ആശ്വാസമായിരിക്കും. കാജൽ ഞാൻ 2 കോർണേഴ്സിൽ മാത്രമേ ഇടാറുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് എന്നെ കാവ്യാമാധവനെ പോലെ തോന്നും. നാടൻ ലുക്കെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. എങ്ങനെയുണ്ട്, കൊള്ളാലേ? മൂക്കൊരു ജലദോഷം വന്നോലെ ഇരിക്കുന്നുണ്ട്. ടെൻ 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 ടെൻ. ഹൈ, പണ്ടാരം പിടിച്ച ലിപ്സ്റ്റിക്ക് പോണൂല്ലെന്നേ. ഇനി നമുക്ക് ലിപ് ലൈൻ ചെയ്യാം. ഷാർപ്നർ ഒന്ന് തപ്പി കണ്ടുപിടിക്കാനുള്ള മടി കൊണ്ടാണ് ഞാൻ ഈ ലിപ് ലൈനർ അങ്ങോട്ട് ചുണ്ടുമേൽ ഉരച്ച് വയ്ക്കുന്നത്. തൊലി പോയാലും വേണ്ടില്ല, ഷാർപ്നർ ഞാൻ കണ്ടുപിടിക്കില്ല. ഇനി ലിപ്സ്റ്റിക് ഇടാം. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഒരു ബ്രൗൺ ഫാമിലിയിലുള്ള ഷെയ്ഡ്സ് ആണ്. കാരണം എന്റെ ലിപ്സ് ബ്രൗൺ ആണ്. നാച്ചുറൽ എടാ, നാച്ചുറൽ കുട്ടാ. ഇനി എല്ലാവരും ബാക്കിൽ നിൽക്കണ ആ വാവേനെ ഒന്ന് ശ്രദ്ധിച്ചോ. കുറെ നേരമായി ആ ഹെയർ ഡ്രയറും കൊണ്ട് കസരത്ത് കാണിക്കുന്നത്. അതെ, കൊടുങ്കാറ്റിന് മുന്നേ ഉള്ള ശാന്തതയായിരുന്നു അത്. ദാ കുടുങ്ങി കുടുങ്ങി മുടി കുടുങ്ങി, ഹെയർ ഡ്രയറിൽ മുടി കുടുങ്ങി. കമ്മിങ് ബാക്ക്, നമുക്കിനി സ്ട്രോബ് ക്രീം അപ്ലൈ ചെയ്യാം.
ഹൈലൈറ്ററിന് പകരമാണ് ഞാനിത് യൂസ് ചെയ്യാറ്. ചീക്സിലും ഫോർഹെഡിലും ചിന്നിലും നോസ് ടിപ്പിലും ഒക്കെ ഞാനിത് അപ്ലൈ ചെയ്യാറുണ്ട്. എന്നെ കണ്ടിട്ട് സായൂട്ടി പറയണം, മമ്മിയുടെ മുഖം ഞങ്ങൾക്ക് ലക്കിയാ. അതാണ് എൻ്റെ എയിം. എൻ്റെ നാച്ചുറൽ ഹെയർ കുറച്ച് വേവിയാണ്. വേവി എന്ന് പറഞ്ഞാൽ ഒരു കാക്രാച്ചി മുടി. ഇതിപ്പോൾ ഡെലിവറിക്ക് മുന്നേ വരെ ഞാൻ കറക്റ്റായിട്ട് ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്യണ്ടായിരുന്നു. ബോട്ടോക്സിനെ പറ്റി പലർക്കും പല അഭിപ്രായമാണെങ്കിലും എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. ഇത് ചെയ്തതിന് ശേഷമാണ് ഓപ്പൺ ഹെയർ ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാനുള്ള കോൺഫിഡൻസ് പോലും എനിക്ക് കിട്ടിയത്. അപ്പൊ ഇങ്ങനെ എല്ലാം സെറ്റ് അല്ലേ? ദാ എന്റെ ലിറ്റിൽ പ്രിൻസസും റെഡിയായി വന്നിട്ടുണ്ട്. ബാപ്റ്റിസത്തിന് ഒരുങ്ങിയ ഒരു കുഞ്ഞു മാലാഖിനെ പോലെ ഉണ്ടല്ലോ ഇവളെ കാണാൻ. ഇടയ്ക്കൊക്കെ ഇവളുടെ ക്യൂട്ട്നെസ് കാണുമ്പോൾ എനിക്ക് അങ്ങ് കടിച്ച് മുറിച്ച് തിന്നാൻ തോന്നും. നിങ്ങൾക്കും അങ്ങനെ തോന്നാറുണ്ടോ? എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ മൈ വീഡിയോ. താങ്ക് യു.